പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ വിശ്വാസികളെ ഓർമ്മിപ്പിക്കാറുണ്ട്. വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം നിഴലുകളാണെന്നും പുതിയ നിയമം അതിൻ്റെ പൊരുളുകളാണെന്നും നമുക്ക് മനസ്സിലായി കിട്ടിയിട്ടുണ്ട്. ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ എന്തുമാത്രമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ ഒറ്റ വായനയിൽ അത് മനസ്സിലാകണമെന്നില്ല. നിഗൂഢാർത്ഥത്തിൽ പലതും മറഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യവാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്നു, പുതിയ നിയമം പുതിയത് പഴയതിൽ മറഞ്ഞു കിടക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാകുന്നു. പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ നമുക്ക് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം മനസ്സിലാകുകയുള്ളൂ. നമ്മുടെ മഹാത്മജി പോലും പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിലെ ദൈവം രക്തദാഹിയായ ദൈവമാണ്. കാരണം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാകുന്നില്ല. അവിടെ കൊലപാതകം നടക്കുന്നതും നിഷ്ഠൂരമായ പ്രവൃത്തികളെക്കുറിച്ചുള്ളതും ഒരു രാജാക്കന്മാർ മറ്റു രാജാക്കന്മാരെ കീഴ്പ്പെടുത്തുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിയായിട്ട് പഴയ നിയമം മനസ്സിലാകുകയില്ല. എന്നാൽ പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ പഴയ നിയമം മനസ്സിലാകുകയുള്ളൂ. പഴയ നിയമത്തിലെ മഹനീയമായ ഒരു വ്യക്തിത്വമാണ് മോശ. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് മോശ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം മോശ മുഖാന്തരമാണ് 10 കൽപ്പനകൾ ദൈവം മനുഷ്യവർഗത്തിന് നൽകിയത്. അതെല്ലാ കാലത്തേക്കുള്ള സാൻമാർഗിക നിയമമാണ്. അത് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, യഹൂദർക്ക് മാത്രമല്ല, ലോകത്തിലെ ഏത് മനുഷ്യർക്കും ആ പ്രമാണങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. എത്ര മനോഹരമായിട്ടുള്ള ആശയങ്ങളാണ്! മനുഷ്യന് ജീവിക്കേണ്ട ഏറ്റവും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കൽപ്പനകളാണ് അതിൽ നൽകിയിരിക്കുന്നത്. ഈ കുടുംബങ്ങളൊക്കെ തകരുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി അതിൽ 3 പ്രമാണങ്ങൾ കിടപ്പുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. അപ്പനെയും അമ്മേനെയും സ്നേഹിക്കാത്ത കുടുംബം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? വ്യഭിചാരം ചെയ്യരുത്, അതുപോലെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഇതൊക്കെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. എന്നെ കേൾക്കുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ 10 കൽപ്പന നോക്കിയാൽ കാണാം. മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്ന സാൻമാർഗിക നിയമങ്ങളാണത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വേദപുസ്തകം എല്ലാവർക്കും വായിക്കാവുന്നതാണ്. എല്ലാവർക്കും അത് വായിക്കാം, എല്ലാവർക്കും അതിനെ വിമർശിക്കാം. എന്നാൽ സത്യ ഹൃദയത്തോടെ തേടുന്നെങ്കിൽ നിങ്ങൾ അവസാനം യേശുക്രിസ്തുവിൽ വന്ന് മുട്ടും. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശ യേശുവിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം ഞാൻ കാണിച്ചു തരാം. ധാരാളം കാര്യങ്ങളുണ്ട്, പക്ഷേ പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു ചെറിയ വാക്യം മാത്രം. അത് നിയമാവർത്തന പുസ്തകത്തിലാണ്, 18-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. 18-ന്റെ 15-ാം വാക്യം: നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ അയക്കും, അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. മോശ പറഞ്ഞ വാക്കാണത്. നിയമാവർത്തന പുസ്തകം 18-ന്റെ 15-ാം വാക്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് എന്നെപ്പോലൊരു പ്രവാചകനെ അയക്കും, അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം അയക്കും. ധാരാളം ആളുകൾ ആ പ്രവാചകനെ ആരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാം മതവിശ്വാസികൾ പറയാറുണ്ട് അത് നബിയാണ് ആ പ്രവാചകനെന്ന്. എന്നാൽ അതിൻ്റെ ഉത്തരം പുതിയ നിയമം തന്നെ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ ഉയർത്തും. ആ പ്രവാചകന്റെ വാക്കാണ് കേൾക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന് ഇസ്ഹാക്കുണ്ടായി, ഇസ്ഹാക്കിന് യാക്കോബുണ്ടായി, യാക്കോബിൽ നിന്നാണ് 12 ഗോത്രപിതാക്കന്മാരുണ്ടാകുന്നത്. അതിലെ യൂദാ ഗോത്രത്തിൽ നിന്നാണ് യേശു ക്രിസ്തു വരുന്നത്. ആ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ ഉയർത്തും. ആ പ്രവാചകനാണ് യേശു. യേശു പ്രവാചകനാണ്, യേശു രാജാവാണ്, യേശു പുരോഹിതനുമാണ്. ഈ 3 പദവികളും ദൈവം യേശുവിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് യേശു രാജാവുമാണ്, പുരോഹിതനുമാണ്, പ്രവാചകനുമാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 22 മുതലുള്ള വാക്യങ്ങൾ
അത് നിങ്ങൾ വേദപുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. 3:22 മുതൽ. മോശ ഇപ്രകാരം പറഞ്ഞു: ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. അപ്പം മോശ പറഞ്ഞ അതേ പ്രവചനം പുതിയ നിയമത്തിൽ പൂർത്തിയാകുന്നു. ആ പ്രവാചകൻ യേശുവാണ്. 22 വാക്യം ശ്രദ്ധിക്കണം. 3-ാമത്തെ അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3:22 വാക്യത്തിൽ, ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. വളരെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല മാമ്പഴം ഉണ്ടാകുന്ന ഒരു മാവ് നിൽക്കുന്നുണ്ടെന്ന് കരുതുക. ഇഷ്ടംപോലെ മാമ്പഴം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ മാമ്പഴം ഉണ്ടാകുന്ന കമ്പ് വെട്ടുകത്തി കൊണ്ട് മുറിച്ച് താഴെയിട്ടാൽ സംഭവിക്കും? ആ മുറിഞ്ഞു വീണ കൊമ്പിൻ്റെ ഭാവി എന്താണ്? അതിന് ഭാവിയൊന്നുമില്ല. അത് ഉണങ്ങിപ്പോവും. അതിൽ ഫലങ്ങളുണ്ടാവില്ല. അത് വേണമെങ്കിൽ അടുപ്പിൽ വെച്ച് കത്തിക്കാം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവർ ആരാണ്? ആ പ്രവാചകൻ യേശു കർത്താവാണ്. അവൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ദൈവജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ദൈവത്തിൽ നിന്നും ദൈവജന സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എത്ര പ്രധാനപ്പെട്ടതാണ് ആ പ്രവാചകന്റെ വാക്ക് കേൾക്കേണ്ടത്, ആ പ്രവാചകന്റെ വാക്ക് അനുസരിക്കേണ്ടത്. യേശുവിൻ്റെ വാക്ക് കേൾക്കുകയും അവൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുമ്പോഴല്ലേ നാം ദൈവത്തോട് പറ്റിച്ചേരുന്നത്, തൻ്റെ ജനത്തോട് പറ്റിച്ചേരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം വിച്ഛേദിക്കപ്പെടും. സ്നേഹമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ അനുഷ്ഠാന ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ, ദൈവവചനമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ചാൽ അവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ മാമ്പഴത്തിൻ്റെ കൊമ്പ് മുറിച്ചു മാറ്റിയതുപോലെ നീ വിച്ഛേദിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോകുന്നു, വളരെ നല്ല കാര്യം. പക്ഷെ അവിടെ വായിക്കുന്ന സുവിശേഷ വചനങ്ങൾ, അവിടെ വായിക്കുന്ന ലേഖനഭാഗങ്ങൾ ഭൂരിഭാഗം ആളുകൾക്കും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് പേർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവാം, എന്നാൽ ഭൂരിഭാഗം പേർക്കും അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, കുർബാന അനുഭവിക്കുന്നു. പക്ഷേ വചനം ഹൃദിസ്ഥമാകുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളത് മനസ്സിലാക്കണ്ടേ? നമ്മൾ അനുഷ്ഠാന ജീവിതം നയിച്ചാൽ മതിയോ? യേശുവിൻ്റെ വാക്കുകൾ മനസ്സിലാകണ്ടേ? ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നു, ചിലക്ക് മുട്ട വിതരണം ചെയ്യുന്നുണ്ട്, പാല് കിട്ടുന്നുണ്ട്, ഇതെല്ലാം കഴിച്ചിട്ട് വരുന്നു. പക്ഷേ ടീച്ചർ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് പറ്റും? കുട്ടി പരാജയപ്പെടില്ലേ? മനുഷ്യൻ, നീ പള്ളിയിൽ പോകുന്നു, ധ്യാന കേന്ദ്രത്തിൽ പോകുന്നു, അവിടെ കിട്ടുന്ന ആഹാരം കഴിക്കുന്നു, മറ്റു ചില അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ദൈവവചനം നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ ദൈവജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ദൈവവചനം മനസ്സിലാക്കുക, ഗ്രഹിക്കുക, ഉൾക്കൊള്ളുക, അതിൽ നിലനിൽക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്, ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കണമേ, അല്ലെങ്കിൽ നീ വിച്ഛേദിക്കപ്പെട്ടു പോകും. തുടർന്ന് ബൈബിൾ പറയുന്നു, തുടർന്ന് സാമുവേലും തുടർന്ന് വരുന്ന എല്ലാ പ്രവാചകന്മാരും ഈ ദിവസത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സാമുവേലും തുടർന്ന് വരുന്ന എല്ലാ പ്രവാചകന്മാരും ഈ ദിവസത്തെപ്പറ്റി, യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയ വിശുദ്ധ ലൂക്കാ പറയുന്നു, നിങ്ങളെല്ലാവരും ഉടമ്പടിയുടെ സന്തതികളാണ്. എല്ലാവരും നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉടമ്പടിയുടെയും സന്തതികളാണ്. ആ ഉടമ്പടിയുടെ സന്തതികളാണ് നമ്മൾ. എന്നിട്ടോ ആ പ്രവാചകൻ ആരാണെന്ന് വ്യക്തമായി പറയുന്നു. ബൈബിളിൻ്റെ വാക്യം തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് അയച്ചത്. ആ പ്രവാചകൻ ആരാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വരികയാണ്. അപ്പോസ്തല പ്രവർത്തനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ്. എൻ്റെ അവസാനം വരുമ്പോൾ പറയുന്നു, ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് നിങ്ങളുടെ അടുക്കലേക്കാണ് അയച്ചത്. ആ പ്രവാചകൻ ആരാണെന്ന് സൂചിപ്പിക്കുന്നു. ആരാണത്? കർത്താവായ യേശു ക്രിസ്തു. ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് നിങ്ങളുടെ അടുക്കലേക്കാണ് അയച്ചത്. എന്തിനാണ് അയച്ചത്? അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. നിങ്ങൾ ഓരോരുത്തരും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണത്.
എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി. അനുഗ്രഹം അവകാശമാക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയാതെ എങ്ങനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് നീ പങ്കെടുക്കാൻ പോകുന്ന ദൈവവചന സന്ദേശം കേൾക്കാൻ പോകുന്ന ഇടങ്ങളിൽ നിന്റെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയാനുള്ള സന്ദേശം നിന്നോട് പറയുന്നുണ്ടോ? മാനസാന്തരത്തിനുള്ള സന്ദേശം പറയുന്നുണ്ടോ? നിന്നെ തിരുത്തുന്ന ദൈവവചനം നിനക്ക് കിട്ടുന്നുണ്ടോ? നിന്റെ രഹസ്യ പാപങ്ങൾ വിട്ടൊഴിഞ്ഞ് ഓടാൻ നിന്നോട് പറയുന്ന സന്ദേശം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വരമാണത്. അല്ലാതെ നിനക്ക് വിദേശത്തേക്ക് പോകാനുള്ളതും നിന്റെ കല്യാണ തടസ്സം മാറ്റുന്നതും ഇതെല്ലാം ദൈവത്തിൻ്റെ ജോലി. അതൊക്കെ ദൈവം താനെ അനുഗ്രഹിച്ചോളും. പക്ഷെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയണം, തിന്മയിൽ നിന്ന് പിന്തിരിയണം. എന്നാൽ മാത്രമേ സാക്ഷാത്തായ അനുഗ്രഹം നിനക്ക് കിട്ടൂ. ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ സഖായുടെ ഭവനത്തിൽ വരുന്നുണ്ട്. ഇവിടെ എന്താണ് കാണുന്നത്? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ്. ലൂക്കാ 19:10 പറയും, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കുക. യേശുക്രിസ്തുവിൻ്റെ വരവ് രക്ഷിക്കാനാണ്. പക്ഷേ നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റെസ്പോൺസ് എന്താണ്? ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയുക, പാപത്തിൽ നിന്ന് പിന്തിരിയുക. അങ്ങനെ ആരെല്ലാം പാപത്തിൽ നിന്ന് പിന്തിരിയുന്നുവോ, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീ ദൈവത്തിലേക്ക് തിരിയുക. സൂര്യകാന്തി പൂക്കളെ നോക്കൂ, സൂര്യനെ നോക്കിയാണ് നിൽക്കുന്നത്. വടക്ക് നോക്കി യന്ത്രം, അതാ കോമ്പസ് എന്ന് പറയുന്നത്, വടക്കോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ക്രൈസ്തവരായ നമ്മൾ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം. നമ്മുടെ ഈ ഭൂമിക്ക് ഒരൊറ്റ സൂര്യനേ ഉള്ളൂ. എന്നാൽ അതുപോലെ തന്നെ നമുക്കും ഒരു നീതി സൂര്യനേ ഉള്ളൂ, നമ്മുടെ കർത്താവ്. ആ കർത്താവിന് അഭിമുഖമായിട്ട് നീ നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം യേശുവിനെ അയച്ചിരിക്കുന്നത്. എത്രയോ ക്രൈസ്തവ കുടുംബങ്ങളിൽ ആത്മഹത്യ നടക്കുന്നു. എത്രയോ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ കഴിയുന്നു. എത്രയോ കുടുംബങ്ങളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ ഇരുളടഞ്ഞ അവസ്ഥയിൽ കഴിയുന്നു. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീ യേശുവിലേക്ക് തിരിയുക, അവൻ്റെ തിരുവചനത്തിലേക്ക് തിരിയുക. അവൻ്റെ തിരുവചനത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ വിച്ഛേദിക്കപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മകനെ, മകളെ, അമ്മച്ചി, അപ്പച്ച, സഹോദരങ്ങളെ, ആരുമായിക്കൊള്ളട്ടെ, യേശുവിലേക്ക് തിരിയുക. യേശുവിൻ്റെ വചനം വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. വചനം വഴിവിളക്കാണ്, നിത്യതയിലേക്ക് നയിക്കുന്ന വഴിവിളക്ക്. ദൈവം നമ്മെ അതിനായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനേക്കും ആമേൻ.